ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ റിലേറ്റീവ് സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ദേ നമ്മുടെ സുധീഷിൻ്റെയും ചേട്ടൻ്റെയും അനിയന്മാരുടെയൊക്കെ മുന്നിൽ നിന്ന് വലിയ ഷോ കാണിക്കുകയാണ് നിധിയുടെ അച്ഛനൊക്കെ. അപ്പോൾ ദേ സുധീഷിനോട് ഈ പണി ചെയ്ത ഏതവനായിരുന്നാലും അവന്മാരെ ഞങ്ങൾ കണ്ടുപിടിക്കുമെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഡയലോഗ്. അപ്പോൾ സുധീഷ് പറഞ്ഞു, അയ്യോ അവരെ കണ്ടുപിടിക്കാൻ നിങ്ങളായിട്ട് ബുദ്ധിമുട്ടേണ്ട ആവശ്യമൊന്നുമില്ല, അവരെ ഞങ്ങളിങ്ങ് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അവനെ കൊണ്ടുവന്ന് വലിച്ചങ്ങ് എറിഞ്ഞ് ഇവരുടെ മുന്നിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്തു. ഇവനോ ഒന്ന് രാജീവൻ, ഇവനോ ആരാടാ പറയടാ, ആരാടാ നീ പറയടാ എന്ന് പറഞ്ഞുകൊണ്ട് ഇയാൾ കിടന്നല്ലേ ഷോ കാണിക്കുന്നു. ആര് പറഞ്ഞിട്ടാണ് ഇതൊക്കെ ചെയ്തേ? സുധീഷേ ഇനി ഇവൻ എന്ത് വേണമെന്ന് എനിക്കറിയാമെന്നൊക്കെ ഭയങ്കര ഡയലോഗ്. അപ്പോഴത്തേക്ക് സുധീഷ് എന്നൊക്കെ പറഞ്ഞ് നിൽക്കുക. ഈ എല്ലാ സത്യങ്ങളും ഞാൻ പുറത്തു കൊണ്ടുവരാം പറയടാ എന്ന് പറഞ്ഞു അവൻ്റെ ചെവിക്കല്ല് തീർത്തൊരടിയും വെച്ച് കൊടുത്തു. ഇത് കണ്ട് ചിരി വരിക സുധീഷിനൊക്കെ. അപ്പം നിധി ഇതൊക്കെ കേട്ട് അന്തം വിട്ടിങ്ങനെ നിൽക്കുക. ഇവിടെ വാടാ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഗുണ്ടെ അയാളെ ഇങ്ങനെ ഈ രാജീവൻ വലിയ വിളിയും പറച്ചിലും ഒക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മുടെ സുഭാഷ് നേരെ കയറി അങ്ങ് ചെന്ന് നിന്ന് ഇയാളുടെ മുന്നിൽ. ഇയാൾ അന്തം വിട്ട് ഇങ്ങനെ നോക്കുക. എന്താ സുഭാഷേ എന്താ എന്ന് ഇയാൾ ചോദിച്ചു കേട്ടോ. അപ്പോൾ സുഭാഷ് മാറി നിൽക്കുക, ഇവനോട് ഞാൻ ചോദിച്ചോളാമെന്നും പറഞ്ഞ് രാജീവ്. ഗുണ്ട ഇങ്ങനെ നിൽക്കുക അവിടെ. അപ്പോൾ അതേ നിധി ഇങ്ങനെ അന്തം വിട്ട് നോക്കി നിൽക്കുക കേട്ടോ. ഇവർക്ക് ചേട്ടനും അനിയന്മാർക്കും ചിരിയാ വരുന്നത്. അപ്പോഴത്തേക്കും അരുണൊക്കെ ഭയങ്കരമായിട്ട് നിന്ന് ഇങ്ങനെ വിറയ്ക്കുക. സുഭാഷ് എന്താ ഇങ്ങനെ നോക്കണേ എന്ന് രാജീവൻ ചോദിച്ചു. അപ്പോൾ നിങ്ങൾ വിശ്വസിച്ചിട്ടല്ലേ ഇവരെ രണ്ടുപേരെ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് അയച്ചതെന്ന് സുഭാഷ് ചോദിച്ചു. എന്നിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ കൊള്ളാവോ? ഇത് ശരിയാണോ എന്ന് ചോദിച്ചു. അപ്പോഴത്തേക്ക് നമ്മുടെ അരുണൊക്കെ ഇങ്ങനെ നിൽക്കും. പ്രായത്തിൽ മുതിർന്ന ഒരാൾ, അതും നിധിയുടെ അച്ഛൻ, എല്ലാം മറന്നും പുറത്തും ഒരു ദിവസം വീട്ടിൽ വന്ന് താമസിച്ച് ഞങ്ങളോടൊപ്പം ഭക്ഷണവും കഴിച്ച് ഇവരെയും കൊണ്ട് ഒരാഴ്ച ഇവിടെ വന്ന് താമസിക്കണമെന്ന് പറഞ്ഞപ്പോൾ അത് സമ്മതിച്ച് ഇവരെ അയച്ചതാണോ ഞങ്ങൾ ചെയ്ത തെറ്റ്? സുഭാഷ് ഏട്ടാ മതിയെന്ന് പറഞ്ഞു സുധീഷ്. അപ്പോൾ എന്തിനാ ഇവരോട് ഇങ്ങനെ മര്യാദയ്ക്കൊക്കെ സംസാരിക്കുന്നത്? ഇത്തിരി നേരം കൂടെ കഴിഞ്ഞ് നമ്മൾ ചെന്നിരുന്നെങ്കിലേ സുധീഷേട്ടൻ്റെ ബോഡി കൊണ്ട് നമ്മൾ മടങ്ങിപ്പോണ്ടി വരത്തില്ലായിരുന്നു എന്ന് ചോദിച്ചുകൊണ്ട് നമ്മുടെ ഹരീഷ് എന്തായാലും പറഞ്ഞു. നിധി അന്തം വിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ട് അങ്ങനെ നിൽക്കുക. എന്നിട്ട് ഇങ്ങേരോട് എന്തിനാ ന്യായം പറയാൻ നിൽക്കണേന്ന് ചോദിച്ചു കേട്ടോ. അയ്യോ മോനെ എന്താ നീ പറയുന്നേ, എന്താ നിങ്ങൾക്ക് പറ്റിയേ? അപ്പം എന്തൊക്കെ ഇവിടെ നടക്കുന്നതെന്ന് നിധി ചോദിച്ചു. സുധീഷിനെ ആരാ കൊല്ലാൻ നോക്കിയെന്നൊക്കെ നിധി ചോദിക്കുക. അപ്പോൾ ഹരീഷ് എന്തൊക്കെയാ പറയുന്നത് വെച്ചാൽ എനിക്ക് സുഭാഷേട്ടൻ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്താ ശരിക്കും നടന്നേ പറ അച്ഛൻ പറ എന്ന് നിധി. അന്നേരത്തേക്ക് നമ്മുടെ നികേഷ് ഏട്ടത്തിയുടെ അച്ഛൻ തന്നെ എല്ലാത്തിനും കാരണം എന്ന് പറഞ്ഞു. അപ്പം ഞാനോ എന്ന് ചോദിച്ചുകൊണ്ട് അദ്ദേഹം നിൽക്കുക. അരുണൊന്നും മിണ്ടാതെ ഇങ്ങനെ തലയും തിരിഞ്ഞിങ്ങനെ നിൽക്കുക. സുധീഷേട്ടൻ ഇവിടുന്ന് പണവും സ്വർണവും കൊടുത്തയച്ചത് തന്നെ ആളെ വിട്ട് കട്ടെടുക്കാൻ നോക്കിയതും സുധീഷേട്ടനെ കൊണ്ടുപോയി കെട്ടിയിട്ട് തല്ലി ചതച്ചതും ഒക്കെ നിധിയെടുത്തിയുടെ അച്ഛൻ തന്നെയാണെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ നിധി അന്തം വിട്ട് അച്ഛനെ ഇങ്ങനെ നോക്കും. അയ്യോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അമ്മയൊക്കെ അവിടെ നിൽക്കുക കേട്ടോ. ആ പണി വാളിയെന്ന് മനസ്സിലായി. അച്ഛനോ? അപ്പോൾ അതേ ഏട്ടത്തി സത്യ പറയുന്നേ, ചേട്ടനെ ഏട്ടത്തിയുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കണം, ഏട്ടത്തെ തിരിച്ചിങ്ങോട്ട് കൊണ്ടുവരണം. അതിനുവേണ്ടി ഏട്ടത്തിയുടെ അച്ഛനും ചേട്ടനും കൂടെ നടത്തിയെടുത്തൊരു പ്ലാനാണിതെന്നുള്ള കാര്യം പറയുമ്പോഴത്തേക്കും സാന്ദ്ര വരെ അന്തം വിട്ടിങ്ങനെ നോക്കി നിൽക്കുക. വിശ്വസിക്കാൻ പറ്റുന്നില്ല. കൈയോടെ പിടിച്ചപ്പോൾ ഇപ്പോൾ പ്ലേറ്റ് മാറ്റി കളിക്കാൻ നോക്കുവാണെന്ന് നികേഷ് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഇവർ ഞെട്ടിപ്പോയി. അഥവാ ഇന്നലെ ഞങ്ങൾ കാണാതെ പോയതെങ്കിലേ സുധീഷേട്ടൻ ഇന്ന് ജീവനോടെ ഉണ്ടാകുമായിരുന്നില്ല എന്നും പറഞ്ഞു. നിധി ഞെട്ടിപ്പോയിട്ടോ. അപ്പോഴേക്കും മറ്റവൻ ഇങ്ങനെ ഓടാൻ പാകത്തിന് നിൽക്കുവാണ്. അപ്പോൾ നിധി ഇവർ പറയുന്നതിൽ എന്തെങ്കിലും സത്യം ഉണ്ടോ അച്ഛാന്ന് ചോദിച്ചു. അപ്പോഴത്തേക്കും അച്ഛൻ ഇങ്ങനെ ഞാൻ ഈ വീട്ടിൽ തിരിച്ചു വരാൻ വേണ്ടിയിട്ടാണ് അച്ഛൻ ഇതൊക്കെ ചെയ്തതെന്ന് ചോദിച്ചു. അച്ഛന് പറയാൻ വല്ല മറുപടി ഉണ്ടോ? പറ അച്ഛാന്ന് പറയുമ്പം അയ്യോ ഇല്ല മോളെ, അച്ഛൻ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് മോൾ വിചാരിക്കുന്നുണ്ടോ എന്ന് അച്ഛൻ മോളോട് ചോദിക്കുന്നു. അപ്പോൾ സുധീഷ് ഒന്നും അറിയാത്ത പാവം കളിക്കുകയാണല്ലേ നിങ്ങൾ വീണ്ടും എന്ന് ചോദിച്ചു. ഇതൊന്നും ചെയ്യാനായിരുന്നില്ലെങ്കിലേ എന്തിനാ എന്നോട് വെല്ലുവിളിച്ചത് സാറെന്ന് സുധീഷ് ചോദിക്കുക. പറയണം എന്തിനാണ് വെല്ലുവിളിച്ചത്? അയ്യോ അച്ഛൻ ഇങ്ങനെ ഒന്നും മിണ്ടാനില്ലാണ്ട് നിൽക്കുക. അപ്പം നിധി എന്ത് വെല്ലുവിളിയാണ് നടത്തിയതെന്ന് ചോദിച്ചു. പറയട്ടെ എന്ന് ചോദിച്ചു. അങ്ങനെ അച്ഛൻ നടത്തിയ വെല്ലുവിളികളൊക്കെ സുധീഷ് മണി പോലെ അങ്ങ് പറഞ്ഞും കൊടുത്തു. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നിധിക്ക് വിശ്വസിക്കാൻ പറ്റാൻ നിൽക്കാം. വീട്ടിൽ വന്ന് നാടകം കളിച്ച് ഞങ്ങളെയും കൊണ്ട് ഇങ്ങോട്ടേക്ക് പോരുമ്പോൾ എന്തോ ഒരു പ്ലാന് നിങ്ങൾക്കുണ്ടെന്നുള്ളത് എനിക്കറിയായിരുന്നു. പക്ഷേ അച്ഛനും മകനും കൂടി എന്നെ കൊല്ലാനാണ് പ്ലാൻ ചെയ്തിരുന്നതെന്ന് ഞാനേ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല എന്ന് സുധീഷ് പറയാം. അപ്പോൾ അത് കേട്ടപ്പോൾ നിധി ഇങ്ങനെ അന്തം വിട്ട് നോക്കുക കേട്ടോ. ദേ നിധി ഇവരില്ലാത്ത കഥകളൊക്കെ ഉണ്ടാക്കി പറയാം, ഇങ്ങനെയൊന്നും നടന്നിട്ടില്ല എന്ന് രാജീവൻ പറയുന്നു. നോക്ക് ദേ നിന്നെ ഈ കുടുംബത്തിൽ നിന്ന് പിരിക്കാൻ ഇവർ നോക്കുന്നത്, ഇവരെ നീ വിശ്വസിക്കരുത് എന്ന് പറയുമ്പോൾ നിധി ഇങ്ങനെ നോക്കുവാണ് അച്ഛനെ. ശരിക്കും തുറിച്ച് നോക്കി നിൽക്കുക. നീ റൂമിൽ പോയിക്കോ, ദേ ഇവരുടെ കാര്യം ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞു. ഹേമേ നീ മോളെയും കൊണ്ട് അകത്തേക്ക് പോ ചെല്ല എന്ന് പറഞ്ഞു. അങ്ങനെ ദേ നമ്മുടെ ഹേമ മോളെ പിടിച്ചകത്തേക്ക് കൊണ്ടുവന്നു. അച്ഛൻ അവരോട് സംസാരിച്ചോളൂ, നീ വാ എന്നും പറഞ്ഞ് വിളിക്കുന്നു. അരുണേ നീ ഇവളെയും കൂട്ടി വീട്ടിൽ അകത്തേക്ക് എല്ലാം പറഞ്ഞു. അപ്പോൾ വാ നിധി എന്നും പറഞ്ഞ് ഏട്ടനും ഇതൊക്കെ അച്ഛൻ കൈകാര്യം ചെയ്തോളും വാ എന്നും പറഞ്ഞു
പിടിച്ച് വലിക്കുമ്പോഴത്തേക്കും വിടാൻ പറഞ്ഞു നിധി. എൻ്റെ ദേഹത്ത് തൊട്ട് പോകരുതെന്ന് നിധി അരുണിനോട് പറയാം. എല്ലാവരും ഇങ്ങനെ അപ്പം ഞെട്ടി നിധി പറയുന്നത് കേട്ടിട്ട്. അന്നേരം മോളെ അങ്ങനൊന്നും അല്ല, ഞാൻ പറയുന്നത് നീ ഒന്ന് കേൾക്ക് പ്ലീസ് എന്നും പറഞ്ഞുകൊണ്ട് മോളുടെ താടയിൽ പിടിക്കാൻ നിന്നപ്പോൾ ഒറ്റ തട്ടായിരുന്നു. അപ്പം സുധീഷ് പറയണം എന്തായിരുന്നു ഉണ്ടായത്, എന്നോട് പറയാൻ പറഞ്ഞു നിധി, എനിക്ക് അറിയണം എന്ന് പറഞ്ഞു നിധി ഇങ്ങനെ നിൽക്കുന്നു. അതിന് ശേഷമാണ് നമ്മുടെ സുധീഷ് വിവരങ്ങളെല്ലാം പറയുന്നത്. ലാസ്റ്റ് വന്ന വഴിയിൽ പോലും സുധീഷിൻ്റെ കുത്തിന് കയറി പിടിച്ച് ഞൊട്ടി വിളിച്ച് വിളിച്ചതൊക്കെ ഇങ്ങനെ പറയും, ഇനി 7 ദിവസത്തേക്ക്, ഇന്നേക്ക് 7 ദിവസത്തിനുള്ളിൽ നിന്നെ എൻ്റെ മോളെ ഞാൻ പിരിച്ചിരിക്കും എന്നൊക്കെ പറഞ്ഞതാണ്. അപ്പോൾ എൻ്റെ വീട്ടുകാരെ എത്രത്തോളം അപമാനിച്ചു എന്ന് നിധിക്ക് അറിയാവോ എന്ന് ചോദിച്ചു. എന്നാൽ ഞാനതൊന്നും കാര്യമായിട്ട് എടുത്തില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് നിധിക്ക് അറിയോ? കുടുംബത്തോടൊപ്പം ഇരിക്കുമ്പോഴുള്ള നിധിയുടെ സന്തോഷം കളയണ്ട എന്ന് കരുതിയിട്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ എന്താ ഇവിടെ വെച്ച് ഇവർ ചെയ്തതെന്ന് നിധി ചോദിക്കുക. അപ്പോൾ എങ്ങനെയാണ് ഇവരെ സുധീഷിനെ അപമാനിച്ചതെന്ന് പറയാൻ പറഞ്ഞു. അപ്പോൾ സുധീഷ് ബാക്കി കാര്യങ്ങളും കൂടെ പറഞ്ഞു. അങ്ങനെ വിവരങ്ങളെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ നമ്മുടെ നിധി വല്ലാണ്ടായി. അരുൺ പറഞ്ഞതും എല്ലാം പറഞ്ഞു. അപ്പോൾ അന്ന് നിങ്ങൾ കാണിക്കുന്നത് കണ്ടപ്പോൾ ചെറിയൊരു സംശയം എനിക്ക് തോന്നിയിരുന്നു. പക്ഷെ ഇങ്ങനൊരു ട്രാപ്പിൽ പെടുത്തി എന്നെ ഇല്ലാണ്ടാക്കാൻ നിധിയുടെ അച്ഛനും ചേട്ടനും കൂടെ ശ്രമിക്കുമെന്ന് ഞാൻ മനസ്സിൽ പോലും വിചാരിച്ചില്ല എന്ന് സുധീഷ് പറഞ്ഞു. മതിയുടെ നിർത്ത്. മോളെ, ഇവൻ പറയുന്നത് നീ വിശ്വസിക്കരുതെന്ന് അച്ഛൻ പറയുന്നു. നിധി ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കാം. ഇവൻ ഇന്നലെ നിന്റെ ജീവിതത്തിലേക്ക് വന്നവനാ, ഞാൻ അങ്ങനെയല്ല. ഞാൻ പറയുന്നത് നീ കേൾക്കാൻ ഇങ്ങനെ പറയണം. പിന്നെ എവിടെ നിന്നോ ഒരാളെ കൂട്ടിക്കൊണ്ട് വന്നിട്ട് അത് മുഴുവൻ എൻ്റെ പ്ലാനാണെന്നും പറഞ്ഞ് കുടുംബം അടക്കം നാടകം കളിക്കുകയാണെന്നും അച്ഛൻ മകളെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ നോക്കുക. ഇത് ശരിക്കും എനിക്കെതിരെയുള്ള ഇവൻ്റെ കളിയാ മോളെ എന്നൊക്കെ പറഞ്ഞ് അച്ഛൻ ഭയങ്കരമായിട്ട് ഡയലോഗുകൾ ഇറക്കുന്നു. എൻ്റെ മോളെയും എൻ്റെ സ്വത്തിനെയും തട്ടിയെടുക്കാൻ വേണ്ടി ഇവൻ കളിക്കുന്ന നാടകമാണെന്ന് പറയുമോ? അപ്പം നിങ്ങളല്ല എന്നെ കൊല്ലാൻ വേണ്ടി പറഞ്ഞു വിട്ടതല്ലേ എന്ന് സുധീഷ് ചോദിച്ചപ്പം അതിന് തെളിവുണ്ടോടാ നിൻ്റെ കയ്യിൽ എന്ന് സുധീഷ് ചോദിച്ചേ. വീട്ടിൽ കയറി വന്ന് എന്തും പറയാവുന്നതാണോടാ എന്നൊക്കെ ചോദിക്കുമ്പം തെളിവല്ലേ സാറേ സാറിന് വേണ്ടുള്ളൂ, അത് നമുക്ക് ഉണ്ടാക്കാം എന്ന് ഹരീഷ്. സാറിനെ പ്രൂഫ് വേണം, നീ അല്ലാതെ വേറെ ആരാടാ അത് പറയാനുള്ള? വ്യക്തമായി തെളിവ് അങ്ങ് കൊടുത്തേക്കാൻ പറഞ്ഞു ഹരീഷ് ഇവനോട്, കൊണ്ടുവന്നവനോട്. അപ്പം നിങ്ങൾ ചോദിച്ച തെളിവ് ഇവൻ തരും, മതിയോ എന്ന് ഹരീഷ് ചോദിച്ചപ്പോഴത്തേക്കും അച്ഛനും ചേട്ടനും കിടക്കുന്നു. പിന്നെ പെട്ടു. അപ്പോൾ നമ്മുടെ സുധീഷ് വിവരങ്ങളെല്ലാം ഇങ്ങനെ പറയുവാണ്. അങ്ങനെ അവനെയൊക്കെ എടുത്തിട്ട് അടിച്ച് തകർത്ത കഥയെല്ലാം സുധീഷ് ഇങ്ങനെ അങ്ങ് പറഞ്ഞു. അപ്പോൾ ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നിധിക്ക് പിന്നെയും കൺഫ്യൂഷൻ, മൊത്തത്തിൽ കൺഫ്യൂഷൻ. അച്ഛൻ പറയുന്നു ഞാനല്ല, ഇവർ പറയുന്നു അച്ഛനാണ്. അങ്ങനെ അവനെ കൊണ്ട് സുധീഷ് പറയിപ്പിച്ച കാര്യങ്ങൾ വരെ. അപ്പം നിങ്ങൾ വരുന്ന വഴിയും കയ്യിലുള്ള പണത്തിൻ്റെ കണക്കും എല്ലാം പറഞ്ഞ് ഈ കൊട്ടേഷൻ രാജീവ് ശങ്കർ സാർ ഏൽപ്പിച്ചതാണെന്ന കാര്യം അയാൾ പറഞ്ഞതും എല്ലാം നമ്മുടെ സുധീഷും എല്ലാവരും കൂടെ ചേർന്ന് ഇവിടെ പറഞ്ഞു. എന്താണ് ഇയാളുടെ ലക്ഷ്യമെന്നും പറഞ്ഞു. ഇതൊക്കെ കേട്ട് നമ്മുടെ നിധി ഇങ്ങനെ എന്ത് തീരുമാനം എടുക്കണമെന്ന് അറിയാതെ നിൽക്കുവാണ്. അപ്പം ഇവൻ്റെ കൂടെയുള്ളവരെല്ലാം ഓടി രക്ഷപ്പെട്ടെന്നും ഇവനെ മാത്രമാണ് ഞങ്ങൾക്ക് കയ്യിൽ കിട്ടിയതെന്നും സുധീഷ് പറയാം. ഇല്ലെങ്കിലേ ആ പണവും സ്വർണവും കൈക്കലാക്കാൻ വേണ്ടി ഞാൻ നടത്തിയ നാടകമാണ് ഇത്, നിൻ്റെ അച്ഛൻ നിന്നെ പറഞ്ഞ് വിശ്വസിപ്പിക്കുമായിരുന്നു എന്നും സുധീഷ് പറഞ്ഞു. കള്ളവാ മോളെ, ഇത് കള്ളവാ, ഞാൻ പറഞ്ഞ് നീ കേൾക്കാൻ പറഞ്ഞു. മതി, ഇനി നിങ്ങളൊന്നും പറയണ്ടെന്ന് നിധി അച്ഛനോടും പറഞ്ഞു. മോള് കൈവിട്ടു പോയി, അവർക്കത് മനസ്സിലായി. നിങ്ങളൊരു മനുഷ്യനാണോ? ഈ രീതിയിലൊക്കെ ചിന്തിക്കാനും പ്രവർത്തിക്കാനും മനുഷ്യത്തുള്ള ഒരാൾക്കും കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല എന്ന് നിധി അച്ഛനോട് പറയാട്ടോ. നിങ്ങളെ ഞാൻ എത്രമാത്രം വിശ്വസിച്ചെന്ന് നിങ്ങൾക്കറിയാവോ? എന്നോടുള്ള സ്നേഹം കൊണ്ടാണ് നിങ്ങൾ എന്നെ തേടി വന്നിരിക്കുന്നതെന്നോർത്ത് ഞാൻ ഒരുപാട് സന്തോഷിച്ചു. പക്ഷേ നിങ്ങൾക്കുള്ളത് സ്നേഹമല്ല, പകയും ദുരഭിമാനവും മാത്രമാണെന്നും അതിനാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ കാണിച്ചതെന്നും നിധി അച്ഛനോട് പറയുവാണ്. ഇമാതിരി ഒരു വൃത്തികെട്ട നാടകം കളിച്ച് നിങ്ങളെന്നെ ഈ വീട്ടിലേക്ക് തിരിച്ചെത്തിക്കാൻ നോക്കുമെന്ന് ഞാൻ ഒരിക്കൽ പോലും മനസ്സിൽ പോലും വിചാരിച്ചില്ല എന്നൊക്കെ പറയുമ്പോൾ നിധി അച്ഛൻ എന്ത് ചെയ്താലും അത് നിന്റെ നന്മയ്ക്കായിട്ടാണ്, അത് ആദ്യം നീ മനസ്സിലാക്കാൻ അരുൺ അന്നേരം അവിടെ നിന്ന് പറഞ്ഞു. വീണ്ടും ആ കുപ്പയിൽ പോയി കിടക്കണോ നിനക്കെന്നൊക്കെ അരുൺ ചോദിച്ചു കേട്ടോ. ഇവിടെ കഴിഞ്ഞ 4 ദിവസം നീ എത്ര ഹാപ്പി ആയിരുന്നു, അതെന്താ നീ ഒന്ന് ആലോചിക്കാത്തെ? അത് നീ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ എന്ന് ചേട്ടൻ അനിയത്തിയോട് പറയണം. അന്നേരം കാല് പ്രേരില്ലേ പറഞ്ഞു, ഇന്നലെ മുതൽ നിങ്ങൾ ഞൊണ്ടിയല്ലേ നടന്നിരുന്നത്? അച്ഛൻ എന്നെ കൊണ്ട് പോകാൻ പറഞ്ഞപ്പോൾ ഒരു ഉളുപ്പ് നിങ്ങൾ കാണിച്ചില്ലല്ലോ, പെട്ടെന്ന് എന്താ നിങ്ങൾ അഭിനയം മറന്നു പോയോ എന്ന് നിധി ചോദിക്കുക. അവിടെയും പൊളിഞ്ഞു, കുറേശ്ശെ പൊളിഞ്ഞുകൊണ്ടിരിക്കുക, അവർ പൊളിച്ചുകൊണ്ടിരിക്കുക. ഇങ്ങനെ ഒരു ചീപ്പ് നാടകം കളിക്കാൻ നാണാകുന്നില്ലേ നിങ്ങൾക്കൊന്നും? നിധി അരുണിനോട് ചോദിക്കുവാണ്. പിന്നെ എനിക്ക് നിങ്ങളെ കാണുമ്പോഴേ ഇപ്പം പേടിയാവുകയാണെന്ന് രാജീവനോട് പറയണം മകള്. അപ്പോൾ സ്വന്തം കാര്യം നടത്താൻ നിങ്ങൾ ഇനി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുമെന്ന് ചോദിച്ചു. നിങ്ങൾ പറയുന്നതനുസരിച്ചില്ലെങ്കിൽ എന്നെ കൊന്നു കളയാനും നിങ്ങൾക്ക് മടിയുണ്ടാവില്ലല്ലേ എന്ന് ചോദിച്ചു. മോളെ നിധി
വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കാൻ പറഞ്ഞു. ഇനി എന്താ അച്ഛാ ഞാൻ സൂക്ഷിക്കാനുള്ളത്? ഇത്രയേറെ നിങ്ങൾ ചെയ്തിട്ടും ഞാൻ പറയുന്നതാണോ കുറ്റം? നിങ്ങൾ ചെയ്തതൊന്നും ഒരു കുഴപ്പമല്ല, നിങ്ങളെ അച്ഛ എന്ന് വിളിക്കാൻ പോലും എനിക്കിപ്പോൾ നാണം തോന്നുകയാണെന്നൊക്കെ നിധി ഇങ്ങനെ അവിടെ നിന്ന് പറയുന്നു. ഇതൊക്കെ കേട്ട് സാന്ദ്ര ഇങ്ങനെ കിളി പോയി നിൽക്കുവാണ്. ഒരച്ഛനും ചെയ്യുന്ന പ്രവൃത്തികളല്ല നിങ്ങളിപ്പോൾ ചെയ്തത്, ആണോ? ഒരാളെ കൊല്ലാൻ തക്കവണ്ണം തീരുമാനം എടുക്കാനും അതും വൃത്തികെട്ടവനായോ എൻ്റെ അച്ഛൻ? നിധിയുടെ ഒരു ചോദ്യത്തിന് അച്ഛനും മറുപടിയില്ല. അങ്ങനെ നിങ്ങൾക്ക് പറയാനുള്ള വോയിസൊക്കെ നിങ്ങൾ കണ്ടുവച്ചിട്ടുണ്ടെന്ന് എനിക്ക് അറിയാവുന്ന നിധി പറയുവാണ്. ദേ, എൻ്റെ മകൾ തിരിച്ചു വന്നു, എൻ്റെ മകളെ ഞാൻ സ്നേഹം കൊടുത്ത് തിരിച്ചു കൊണ്ടുവന്നു. ഇനിയിപ്പം ഞാൻ പറയുന്ന കാര്യങ്ങൾ കേട്ട് അവൾ എൻ്റെ വീട്ടിൽ കഴിയും എന്ന അഭിമാനത്തോടെ നിങ്ങൾ പറയണം. അതിനു വേണ്ടിയിട്ടല്ലേ നിങ്ങളിതൊക്കെ ചെയ്തതെന്ന് നിധി ചോദിക്കുക. അതിനുവേണ്ടി നിങ്ങൾ എന്തും ചെയ്യുമല്ലേ എന്നും ചോദിച്ചപ്പം നിധി ഞാൻ പറയുന്നത് കേൾക്കാൻ പറഞ്ഞു. വേണ്ട, എനിക്കിനി ഒന്നും കേൾക്കണ്ട എന്ന് നിധി പറയും. ഇത് കേട്ടപ്പോൾ സുധീഷിന് ആശ്വാസമായി. മോളെ, ഞാനൊന്ന് പറയട്ടെ, അപ്പോൾ എനിക്കൊന്നും കേൾക്കണ്ടെന്നല്ലേ പറഞ്ഞതെന്ന് ചോദിച്ചുകൊണ്ട് നിധി കിടന്നങ്ങ് ഒച്ചയ്ക്കങ്ങ് അലറുവാണ്. നിങ്ങളെ കാണുമ്പോഴേ എനിക്ക് ഭയമാവുകയാണെന്നും നിങ്ങളെ വിശ്വസിച്ച് വീണ്ടും ഇവിടേക്ക് വന്ന് ചതിക്കപ്പെട്ടു പോയത് ഞാനാണെന്നും നിധി പറയുമ്പോൾ അത് ഓർക്കുമ്പോൾ എനിക്ക് എന്നോട് തന്നെ പുച്ഛമാണ് തോന്നുന്നതെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ നിധി ശരിക്കും സംസാരിക്കുക കേട്ടോ. ഇവർ ദീർഘശ്വാസം വിട്ടിങ്ങനെ നിൽക്കുക. മതി, ഇതുവരെ നിങ്ങൾ എനിക്ക് വേണ്ടി ചെയ്തതെല്ലാം മതിയെന്നും ഇതോടെ എല്ലാം ഞാൻ തീർക്കുകയാണെന്നും നിധി ഇവരോട് പറയുന്നു. അമ്മ, അച്ഛൻ, ചേട്ടൻ എന്നൊക്കെ പറഞ്ഞ് ഇനി ഒരാൾ പോലെ എൻ്റെ കൺമുന്നിൽ പോലും വന്നു പോയേക്കരുതെന്നും പറഞ്ഞു. ഇയാൾക്കൊന്നും മിണ്ടാനില്ലാതെ ഇയാൾ തല കുനിച്ചിങ്ങനെ നിൽക്കുകയാണ്. ഇനി മുതൽ നമ്മളൊന്നല്ല എന്നും നിങ്ങൾ വേറെ ഞാൻ വേറെ എന്നും നിധി അച്ഛൻ്റെ മുന്നിൽ നിന്ന് വീണ്ടും വെല്ലുവിളിക്കാം. അങ്ങനെ വെല്ലുവിളിച്ച നിധി അവിടെ നിന്ന് മോളെ മോളെ എന്നും പറഞ്ഞുകൊണ്ട് അമ്മ പിന്നാലെ ചെന്നു. ചേട്ടൻ അനിയന്മാരുടെ മുന്നിൽ തോറ്റ് തുന്നം പാടിയിട്ട് ഇയാളിങ്ങനെ നോക്കി നിൽക്കുക ഈ രാജീവൻ. അപ്പം ഈ കണ്ട കാര്യങ്ങൾ മുഴുവൻ പോലീസിൽ പരാതിപ്പെടുക വേണ്ടതെന്ന് നമ്മുടെ നികേഷ് പറഞ്ഞു. ഒരാളെ കടത്തിക്കൊണ്ട് പോയി കൊല്ലാൻ നോക്കിയ കേസാണെന്നും സാക്ഷി വരേണ്ടെന്നും നികേഷ് പറഞ്ഞു. ഇതങ്ങനെ വെറുതെ വിടരുത് ഏട്ടത്തി എന്ന് നികേഷ് നിധിയോട് പറയാട്ടോ. പുറകെ കയ്യും കെട്ടി രാജീവൻ ഇങ്ങനെ ഇവിടെ നിൽക്കുന്നു. കയ്യിൽ ബാഗും ഉണ്ട് നമ്മുടെ നിധിയുടെ, കൊണ്ടുവച്ചത് അതേപോലെ തന്നെ എടുത്തുകൊണ്ട് വന്നതാ. അപ്പോൾ ദേ വിട്ടുകള നികേഷേ, ചെയ്തതിനുള്ളതെല്ലാം അവരായിട്ട് തന്നെ അനുഭവിച്ചോളും, മോള് വരാൻ പറഞ്ഞു സുഭാഷ്. അങ്ങനെ സുഭാഷ് നിധിയുടെ ബാഗും മേടിച്ച് അവിടെ നിന്ന് ഇവർ ഇറങ്ങാൻ തുടങ്ങുമ്പോൾ നിധി എന്നും പറഞ്ഞ അച്ഛനൊരു പിൻവിളി. അപ്പോൾ ഇവർ തിരിഞ്ഞു നോക്കി. അച്ഛൻ അന്നേരം വലിയ എന്തോ ഭയങ്കര ഡയലോഗ് പറയാനെന്നുള്ള രീതിയിൽ തിരിഞ്ഞിങ്ങനെ നിധിയുടെ അടുത്തേക്ക് ചെന്നു. ഇതൊരു കൂസലും ഇല്ലാതെ നിൽക്കുക കേട്ടോ. നീ തെറ്റാണ് ചെയ്യുന്നത്, ഇതിനെ നീ അനുഭവിക്കുമെന്ന് അച്ഛൻ ഓർത്തോളാൻ പറഞ്ഞു. ഇത്രയും കാലം ഒരുമിച്ച് ജീവിച്ചിട്ടും നിങ്ങളെക്കാൾ കൂടുതൽ എനിക്ക് അറിയാവുന്നത് ഇപ്പം ഇവരെയാണെന്ന് നിധി അന്നേരം പറയാം എന്ന് പറഞ്ഞിട്ട് അന്നേരം ഇവരെല്ലാവരും ചിരിച്ചു, സുഭാഷും അനിയന്മാരും. അരുണി ഇങ്ങനെ അന്നേരം കലി കയറി നോക്കി നിൽക്കുക. അതുകൊണ്ട് എന്താ അനുഭവിക്കേണ്ടി വന്നാലും അത് ഞാൻ സഹിച്ചോളാവെന്നും നമ്മുടെ നിധി പറയുവാണ്. ദേ, ഇവിടെ കഴിയുന്നതിനേക്കാളും സന്തോഷം എനിക്ക് അവിടെ ഉണ്ടാകും, അതെനിക്ക് ഉറപ്പാണെന്നും നിധി ഇവരെ വെല്ലുവിളിച്ചിട്ട് ഗുഡ് ബൈയും പറഞ്ഞ് അവരുടെ കൂടെ ഇറങ്ങുന്നു. അങ്ങനെ അവരുടെ കൂടെ നിധി ഇറങ്ങുന്ന സമയത്ത് സുധീഷിനോട് നിധി ക്ഷമ ചോദിക്കുക, ഞാൻ കാരണം ഒരുപാട് അനുഭവിക്കേണ്ടി വന്നില്ലേ എന്നും പറഞ്ഞു. അങ്ങനെ സുഭാഷിനോടും ഹരീഷിനോടൊക്കെ ഇങ്ങനെ സോറി ചോദിക്കുമ്പോൾ നീ മനസ്സാ വാച അറിയാത്ത കാര്യമാണെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞൂടെ, പിന്നെ നീ എന്താണ് ഞങ്ങളോട് ക്ഷമ ചോദിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ അതേ വാ, ഇവിടുത്തെ ഒരു സിറ്റുവേഷൻ തന്നെ ശരിയല്ല, നമുക്ക് എത്ര പെട്ടെന്ന് രക്ഷപ്പെടാമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ചെറിയ കാര്യം കൂടി എന്ന് പറഞ്ഞു. നമ്മുടെ സുധീഷ് അകത്തേക്ക് കയറിപ്പോയി. അകത്തേക്ക് കയറി ചെന്ന് അരുണിനെ തോളെ കയറ്റി വിളിച്ചു. വാളിയാന്നും പറഞ്ഞ് ഇങ്ങനെ വിളിക്കുക കേട്ടോ. അങ്ങനെ അച്ഛൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് അങ്ങ് നിർത്തിയിട്ട് ആ ചെവിക്കല്ല് തീർത്ത് ഒരൊറ്റ അടിയും കൂടെ നമ്മുടെ സുധീഷ് അങ്ങ് വെച്ച് കൊടുത്തു. നീ പറഞ്ഞയച്ച എന്നെ ആൾക്കാർ കെട്ടിയിട്ടൊന്ന് പെരുമാറിയായിരുന്നു, കിട്ടിയതിൻ്റെ പലിശയെങ്കിലും നിന്നെ ഏൽപ്പിക്കാതെ പോയാലേ എനിക്കതൊരു ഭാരമാകുമെന്ന് പറഞ്ഞു 2 ചെവിക്കല്ലിനിട്ടും കൊടുത്തു. അപ്പോഴത്തേക്ക് ഏട്ടാന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രാജീവൻ സുധീഷിൻ്റെ നേരെ കൈ ചൂണ്ടിയപ്പം സുധീഷ് തിരിച്ചും കൈ ചൂണ്ടി. 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും വിരലും ചൂണ്ടി ഇങ്ങനെ നിൽക്കുവാണ്. മിണ്ടി പോകരുതെന്ന് സുധീഷ് പറയുകയാണ് അപ്പനോട്. ഇന്നലെ രാത്രി മുഖം മൂടിയിട്ട് വന്ന് എന്നെ തല്ലിത് നീയല്ലേടാന്ന് ചോദിച്ചു. അതിനുള്ളതും കൂടെ നീ പിടിച്ചോളാൻ പറഞ്ഞു. അതിനും കൊടുത്തു. എടാ ദേ, ആണുങ്ങളായ ഒരാളെ തല്ലുമ്പോഴെങ്കിലും അത് ഞാനാണ് ചെയ്തതെന്ന് പറയാനുള്ള ചങ്കൂറ്റം വേണോടെ മൊണ്ടാന്ന് പറഞ്ഞു പിന്നെയും കൊടുത്തു. അടിച്ചടിച്ചടിച്ച് അരുണിനെ പരുവാക്കി. എടാന്നും പറഞ്ഞ് സുധീഷിനെ തല്ലാനായിട്ട് ഈ രാജീവൻ, അതായത് വീട്ടിൽ കയറി തല്ലുന്നോടാന്ന് ചോദിച്ചു കൈ ഓങ്ങിയപ്പോഴത്തേക്കും തന്തയുടെ കയ്യും പിടിച്ചോടിച്ചു. ദേ കിടക്കുന്നു. നിധിയുടെ അച്ഛനാണെന്ന് ഓർത്തിട്ടൊന്നുമല്ല, പ്രായത്തിന് മൂത്തതാണെന്നുള്ള ബഹുമാനം കൊണ്ടാ. അല്ലെങ്കിലേ അവരുടെ സർട്ടിഫിക്കറ്റ്സ് എല്ലാം കത്തിക്കളഞ്ഞ അന്ന് തൻ്റെ ബൾബ് തല ഉണ്ടല്ലോ അത് ഞാനങ്ങ് പൊട്ടിച്ചേനെന്ന് പറഞ്ഞു പിടിച്ചോടോ ഒറ്റ തള്ളും കൂടെ തള്ളി. അപ്പം അച്ഛന് നേരെ നീ കൈ വെക്കുന്നോടാന്ന് ചോദിച്ചോണ്ട് അരുൺ വന്നു. ദേ കിടക്കുന്നു. അരുണിൻ്റെ കഴുത്തിന് കുത്തി അങ്ങ് പിടിച്ചില്ലേ സുധീഷ്. എടാ നിനക്കൊക്കെ ഗുണ്ടകളെ പറഞ്ഞ് തല്ലിച്ചിട്ടുള്ള ശീലമേ ഉള്ളൂ, എനിക്കും അതല്ലെന്ന് പറഞ്ഞുകൊണ്ട് സുധീഷ് 2 കൊടുത്ത് തള്ളി അങ്ങ് ഇട്ടു. അമ്മയും ഭാര്യയും കൂടെ അയ്യോ അയ്യോ എന്നും പറഞ്ഞ് കാറിക്കൊണ്ടിരിക്കുക. കൊടുക്കാനുള്ളത് പലിശ തീർത്ത് കൊടുത്ത്
അങ്ങനെ നമ്മുടെ സുധീഷ്, നിങ്ങളുടെ ഈ നാടകം കളിക്കേ എനിക്ക് തന്നിട്ട് ഈ ഒരു വണ്ടി ഉണ്ടല്ലോ, എന്നെ ഗുണ്ടകൾ തട്ടിക്കൊണ്ട് പോകാൻ ഉപയോഗിച്ച അതേ വണ്ടി അത് ഞാൻ അങ്ങ് കൊണ്ടുപോകുവാണെന്ന് സുധീഷ് പറഞ്ഞു. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ തിരുവനന്തപുരത്തേക്കൊരു ഡ്രൈവറെ, അതായത് ഒരു ഡ്രൈവറെ അയച്ച് കൊണ്ടുവരാം കേട്ടോ എന്ന് പറഞ്ഞോണ്ട് നമ്മുടെ സുധീഷ് വണ്ടിയും കൊണ്ടും പോയി. മിസ്റ്റർ അമ്മായപ്പൻ, ഈ വെല്ലുവിളിക്കുമ്പോഴേ നടത്തിയെടുക്കാൻ പറ്റുന്നതേ പറയാവുള്ളൂ, അല്ലെങ്കിലേ അവസാനം ഇങ്ങനെ നാണം കെട്ട് നാറി നിൽക്കേണ്ടി വരും. ഒരാഴ്ച അല്ല ഒരു വർഷം ശ്രമിച്ചാലും നിധിയെ നിങ്ങൾക്ക് തിരിച്ചു കൊണ്ടുവരാനാവില്ല മാഷേ. പോക്കെ പോട്ടെ എന്ന് പറഞ്ഞ ടാറ്റയൊക്കെ കൊടുത്ത് പോട്ടെ അളിയാ. പിന്നെ ഈ വലിയളിയനായിട്ട് ഒരെണ്ണം പൊട്ടിക്കണമെന്ന് തോന്നുമ്പോൾ ഈ കുഞ്ഞളിയനെ ഇടയ്ക്ക് ഇങ്ങോട്ട് വന്ന് ഓരോന്ന് തന്നിട്ടങ്ങ് പോയിക്കോളാം. എങ്ങനെ, അടിപൊളിയല്ലേ? എന്നും പറഞ്ഞ് കാണിച്ച് നമ്മുടെ സുധീഷ് അവിടെ നിന്ന് അങ്ങ് പോയി. സുധീഷ് പോയപ്പം നീ വഴക്കുണ്ടാക്കാൻ പോയതാണെന്ന് ചോദിച്ചു സുഭാഷ്. ഇവരോടോ? എനിക്കത് വട്ടുണ്ട് കേട്ടാ എന്നും പറഞ്ഞ് സുധീഷ്. അപ്പം നികേഷ് ഇങ്ങനെ നിൽക്കുന്നു. എന്തായാലും എന്നെ പെടുത്താനും തട്ടിക്കൊണ്ടുപോയി കൊല്ലാനും ഏർപ്പാടാക്കിയ വണ്ടിയല്ലേ, ഇവിടുന്ന് നിധിയെ കൂട്ടിക്കൊണ്ട് പോകാനും ഈ വണ്ടി എടുക്കാമെന്ന് തന്നെ വിചാരിച്ചു. അപ്പം ഇതോ? അതെ, അതിനിപ്പോൾ എന്താ കുഴപ്പം? വേണ്ട, നീ ഞങ്ങളോട് വേണം, ഇവർ രണ്ടുപേരും കൂടെ ബൈക്കിന് വന്നോളൂ, നീ വാ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പോകാൻ നോക്കുമ്പോൾ സുഭാഷ് പറഞ്ഞു അതൊന്നും വേണ്ടടാ, അതൊന്നും ശരിയാവത്തില്ലെന്ന്. അത് വേണം, അത് തന്നെ മതി നമ്മുടെ നികേഷ്. അങ്ങനെ നല്ല ചങ്കൂറ്റത്തോടു കൂടി അങ്ങനെ അനിയത്തിയുടെ കയ്യും പിടിച്ച് അവരങ്ങനെ ഇറങ്ങുക. അപ്പോൾ എന്നാൽ പിന്നെ ഞങ്ങൾ വണ്ടിക്ക് തന്നെ വരാമെന്ന് സുഭാഷ് പറഞ്ഞു. അപ്പോൾ ബൈക്കോ ഇവിടുത്തെ വർക്ക്ഷോപ്പിൽ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, വണ്ടി ആവും വന്ന് എടുത്തോളൂ എന്ന് ഹരീഷ് പറയാം. എന്നാൽ പിന്നെ വാ എന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവരും കൂടെ പോകാൻ നോക്കുമ്പോൾ നിധി പറഞ്ഞു, സുധീഷ് പറഞ്ഞതാ കറക്റ്റ്, എന്നെ കൊണ്ടുപോകാൻ ഈ വണ്ടി തന്നെ മതിയെന്ന്. അങ്ങനെ അവർ വണ്ടിയിൽ കയറി പോണു. നികേഷ് വണ്ടിയിലിരുന്ന് നല്ല ഉറക്കം. അപ്പോൾ നമ്മുടെ നിധി ഒന്നും മിണ്ടാതിരിക്കുക. അപ്പോൾ നിധിയോട് സുഭാഷ് ചോദിച്ചു, നീ എന്താ മോളെ ഒന്നും മിണ്ടാത്തേന്ന്. നിധിക്കാണ് ഒന്നും മിണ്ടാൻ തോന്നുന്നില്ല. അപ്പം അവരെന്നോട് ഇതുപോലൊരു ചതി ചെയ്യുന്ന ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്നും പറഞ്ഞുകൊണ്ട് നിധി ഇങ്ങനെ ഇവരുടെ മുന്നിലിരുന്ന് കരയും. എന്നിട്ട് എല്ലാവരോടും മാപ്പും ചോദിച്ച് ആ ഒരു സിറ്റുവേഷനൊക്കെ കാണിച്ചിങ്ങനെ നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ. എല്ലാവർക്കും ടാറ്റാ.